കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ.വി. കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. സിഒഎയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ.എസ്.ഇ.ബിയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് ഉറപ്പു നൽകി പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ്, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ.വി. കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള വിഷന്റെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ.വി. കണക്റ്റ് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം. കെ.വി. കണക്റ്റ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൗട്ടറും സൗജന്യമായി ലഭിക്കും. കെ.വി. കണക്റ്റ് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ.എസ്.ഇ.ബി നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും വി.ഡി. സതീശന്റെ ഉറപ്പ്. അങ്ങനത്തെ ഒരു മനോഹരമായൊരു സംരംഭം, നിങ്ങളുടെ ഈ ഒരു സംരംഭം പോലൊരു മനോഹരമായി എടുത്തു കാണിക്കാൻ പറ്റാവുന്ന മാതൃകാപരമായ മറ്റൊരു സംരംഭം കേരളത്തിലില്ല. ശരിക്കും അത് നമുക്ക് ഏത് സംഭവത്തെയാണ് കേരളത്തിൽ ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു വലിയ സംവിധാനം അല്ലേ, സർക്കാരുകൾക്ക് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു സംവിധാനമാണ് കാലക്രമേണ രൂപപ്പെടുത്തി വന്നത്. എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ് ഈ കെ.വി. കണക്റ്റ് പ്ലാൻ അല്ലേ. പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കെ.വി. കണക്റ്റ് പ്ലാനാണ്. നിങ്ങൾക്ക് 30 ലക്ഷം വരിക്കാനുള്ളതുപോലെ തന്നെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുണ്ട്. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്, സംഘടനയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റാണ്. 12 ലക്ഷം ബ്രോഡ്ബാൻഡ് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രൈഡാണ്. ആ സംഭവത്തിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന കേരള വിഷൻ്റെ ഒരു ആഗ്രഹം അല്ലേ, സ്ലോഗൻ, അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പം ഞാൻ വെറുതെ ഒരു പ്രസിദ്ധമല്ലത്, കേരളത്തിലെ എല്ലാവർക്കും ഇൻ്റർനെറ്റ് കിട്ടാൻ പോകുന്ന വലിയൊരു സംരംഭത്തിനാണ് ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. ഞാൻ ഇനി പിന്നീട് ഏതെങ്കിലും സമ്മേളനത്തിൽ 10 കൊല്ലം കഴിയുമ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയും, പണ്ട് ഞാനാ ഉദ്ഘാടനം ചെയ്തത്. കഷ്ടപ്പെട്ടും ഒരുപാട് പ്രയാസപ്പെട്ടും ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുമാണ് നിങ്ങളിപ്പോൾ ഒരു വലിയ സാമ്രാജ്യം നിങ്ങളെല്ലാവരും ചേർന്ന് കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതിന് പങ്കുവഹിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് സംഘടനയെ പ്രത്യേകമായിട്ട്, സംഘടനാ നേതൃത്വത്തെ നല്ലൊരു ടീമായിട്ട് ഇതിനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൊണ്ടുപോകുന്നതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്, അദ്ദേഹം പറഞ്ഞതാണ്. കെ.എസ്.ഇ.യുടെ കാര്യത്തിൽ ഞാൻ പണ്ട് അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് തന്നെ, നിങ്ങൾ പഴയ ഭാരവാഹികൾ, അത് ഉറപ്പായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക. ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനമുണ്ട്. നിങ്ങളുടെ നിന്ന് കാശ് എല്ലാ വർഷവും മേടിക്കുകയും മറ്റവർക്ക് എല്ലാവർക്കും വലിയ ഇത് കൊടുക്കുകയും ചെയ്യും. അത് ഉറപ്പായിട്ട് നമ്മൾ നിയമസഭയിൽ തന്നെ ഞങ്ങളത് കൊണ്ടുവന്ന് അതിൻ്റെ അകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള വാക്കുകൂടി ഞാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് കെ.വി. കണക്റ്റ് വഴി കേരള വിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും. കൂടാതെ കെ.വി. കണക്റ്റ് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിക്ക് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ് സ്വാഗതം ആശംസിച്ചു. സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പറ നന്ദി അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.